സമാധിപാദം അതിലുള്ള ആദ്യത്തെ 4 സൂത്രം ആണ് ഇന്ന് ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എത്ര കണ്ട് തീരും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ട് അതിൽ പിന്നെ കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ സൂത്രം നമുക്കറിയാം. സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ അതിനൊന്നും ഞാൻ കടക്കുന്നില്ല. അതാണ് സൂത്രം എന്ന് പറയുന്നത്. മറ്റേ നമ്മുടെ മലയാളത്തിലെ സൂത്രമല്ല ഇതിലെ സൂത്രം എന്ന് ഞാൻ ഈ ഇതിലുള്ള മിക്കവാറും എല്ലാവരും കുറച്ച് ഈ വിഷയത്തിൽ കടന്ന് മുമ്പോട്ട് പോയവരായതുകൊണ്ട് ഞാൻ അതിൻ്റെ അഥ യോഗ അനുശാസനം. എൻ്റെ എന്തോ ഒരു ഇവിടുത്തെ കണക്ഷൻ സ്റ്റേബിൾ അല്ല എന്നെല്ലാം കാണിക്കുന്നുണ്ട്. എന്താന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണെന്നല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? ഇല്ല, ഇത്തിരി ഇതാവുണ്ട്, കട്ടായി പോകുന്നുണ്ട് മാഷെ. ആ, ഓക്കെ. അതെയാ, അപ്പൊ എന്താ ചെയ്യൂടാ? ഇവിടെ ഒന്നും എനിക്കൊന്നും ഇനി പറയൊന്നുമില്ല. ഞാനിപ്പോ ഇതിന്റെ കമ്പ്യൂട്ടർ റൂമിൽ ഇരിക്കുന്നു. ഇവിടെ ചെറിയ മിസ്സിംഗ് ഉണ്ട് ഒരു ചില സമയത്ത്. അതെയാ, അപ്പൊ എന്താ ചെയ്യാ നോക്കാം. പിന്നെ അപ്പൊ എന്തെങ്കിലും ഗുരുതരമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആവർത്തിക്കാം. അത്രേ ഇപ്പം ഇതിനെപ്പറ്റി അത്രേ എനിക്കറിയാം. വളരെ മോശമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ആക്ഷൻ കാണിക്കാം ഡൗൺ ആണെന്നുള്ളത്. ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ തംസപ്പ് കാണിക്കാം. അതെ അതെ. ഏതായാലും നമുക്ക് പിന്നെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സൂത്രവും അതിൻ്റെ വ്യാസഭാഷ്യവും കൂടാതെ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതും ഈ രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അധയോഗാനുശാസനം എന്നുള്ളതിന് ഏറ്റവും ആധികാരികമായിട്ടുള്ള വ്യാഖ്യാനം വ്യാസന്റെ ഭാഷ്യമാണ്. അപ്പൊ വ്യാസന്റെ തുടങ്ങുന്നത് അധ ഇതി അയം അധികാരാർത്ഥ. അധ എന്ന് പറഞ്ഞവിടെ അധികാരാർത്ഥമാണ്. അധികാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അർത്ഥമല്ല അധികാരത്തിന്. അധികരിച്ച് എന്നുള്ളതാണ്. യോഗത്തെ അധികരിച്ച്, യോഗത്തെ പറ്റി എന്നുള്ള അർത്ഥത്തിലാണ് അധികാരാർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ അടുത്തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഗാനുശാസനം ശാസ്ത്രം അധികൃതം, അധികരിച്ച് വേദിതവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ അധികാരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗയെ അധികരിച്ച്, യോഗയെ സംബന്ധിച്ചുള്ള ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ് അധ എന്ന്. അതാണ് അധികാരാർത്ഥ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മറ്റുള്ളവരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനം എന്നുള്ള അർത്ഥം. ആ അധികാരമല്ല, അധികരിച്ച് എന്നുള്ള അർത്ഥമാണ്. യോഗയെ അധികരിച്ച്, യോഗയെ സംബന്ധിച്ച് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ അധ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതായത് പ്രതിപാദ്യ വിഷയം ആരംഭിക്കുന്നു എന്നർത്ഥമാണ് അധ. ഇതിന് കൂട്ടിച്ചേർക്കാനുള്ളത് ഞാൻ പിന്നെ അവസാനം ആ ഒരു വ്യാസൻ്റെത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതും കൂടി ഞാൻ പറയാം. പിന്നെ അപ്പം യോഗാനുശാസനം ശാസ്ത്രം അധികൃതം വേദിതവ്യം. അനുശാസനം, ശാസനം എന്ന് പറഞ്ഞ ശാസ്ത്രം തന്നെ അർത്ഥം. അനു എന്നുള്ളതിന് വേറെ ചില അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് അടുത്തതിൽ കുറച്ചും കൂടി ചിന്തിക്കാം പിന്നീട്. അപ്പൊ ഇവിടെ അനുശാസനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അധികൃതം വേദിതവ്യം, യോഗശാസ്ത്രത്തെ അധികരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. വേദിതവ്യം എന്ന് മനസ്സിലാക്കണം ഈ സൂത്രം കൊണ്ട്. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ
വ്യാസൻ കൊടുക്കുന്നു. പതഞ്ജലി അല്ല, വ്യാസന് കൊടുക്കുന്നു. യോഗ സമാധി. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധി എന്നാണ് അർത്ഥം. യോഗ ഈസ് ഈക്വൽ ടു സമാധി എന്ന് ഇവിടെ വ്യാസൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹം വെറുതെ പറയില്ല, ഈ അർത്ഥത്തിൽ തന്നെ ആയിരിക്കും ഈ പുസ്തകത്തിൽ മുഴുവനും പതഞ്ജലി ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുകൂടി നമ്മളിൽ നിന്ന് എടുക്കണം. പതഞ്ജലി അടുത്ത സൂത്രത്തില് യോഗയ്ക്ക് വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഇദ്ദേഹം പറഞ്ഞു വെച്ചു യോഗ സമാധി. അപ്പൊ സമാധിക്ക് യോഗം എന്ന് പേരുണ്ട്, അല്ലെങ്കിൽ ഈ യോഗം എന്ന് പറഞ്ഞാൽ സമാധി ആണ് അർത്ഥം. യോഗ സമാധി സച, അതാകട്ടെ. ഏത് യോഗം? യോഗം എങ്ങനെയാണ് ചോദിച്ചാൽ സാർവഭൗമചിത്തസ്യ ധർമ്മ. സാർവഭൗമം, ഭൗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമി സംബന്ധിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ഭൗമം. ഓഷധി, ഔഷധം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അതായത് ഭൂമി സംബന്ധിച്ചത്. സാർവഭൗമ, എല്ലാ ഭൂമിയിലും. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിക എന്നൊക്കെ ഇറക്കും, ഒരു സ്റ്റേജ് എന്നർത്ഥമാണ് അവിടെ. ഭൂമി എന്ന് പറഞ്ഞാൽ മറ്റ് കുറെ ഭൂമി ഉണ്ടെന്ന് അർത്ഥം വരില്ല. ഭൂമിയിൽ എല്ലായിടത്തും എന്നുള്ള അർത്ഥവുമല്ല, എല്ലാ ഭൂമികകളിലും എന്നാണ്. അപ്പൊ എങ്ങനെയാണ്? സാർവഭൗമ ചിത്തസ്യ ധർമ്മ. എല്ലാ ഭൂമികയിലും എല്ലാ സ്ഥിതിയിലും ഉള്ള ചിത്തത്തിൻ്റെ ധർമ്മമാണ് സമാധി അല്ലെങ്കിൽ യോഗം. അപ്പൊ നമുക്ക് ഒരു ചോദ്യം വരും, സാർവഭൗമ ഏതെല്ലാമാണ് ഭൂമികൾ ചോദിക്കുമല്ലോ. കുറെ ഭൂമികളുണ്ട് പറയുമ്പോൾ 5 ഭൂമികളാണ്. ഭൂമിക എന്നും പറയും, ഭൂമി എന്നും പറയും. അത് സ്ഥിതി എന്നർത്ഥമാണ്, ഒരവസ്ഥ എന്നുള്ള അർത്ഥമാണ്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. 5 എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, പുസ്തകത്തിലുള്ളത് തന്നെയാണ്. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. ഇങ്ങനെ 5 ഭൂമികളാണ്. ഈ 5 ഭൂമിയിലും അതാണ് സാർവഭൗമ, സർവഭൂമിയിലും എന്നുള്ള അർത്ഥം എടുത്തത് അവിടെ. നമുക്ക് ചിന്തിക്കാം. ഏതായാലും ചിത്രം ഇപ്പം മനസ്സിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തു തൽക്കാലം, അത് വിശദമായിട്ട് നമുക്ക് വരാണ്ട് പറ്റില്ല. അപ്പൊ ചിത്തത്തിന്റെ, നമ്മുടെ അന്ധകരണത്തിലുള്ള ഉള്ളിലുള്ള നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ ഇന്റർനെറ്റ് ഇൻസ്റ്റേബിൾ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇതില്. അപ്പം ഈ 5 എണ്ണത്തിന്റെയും 5 ഭൂമിയുടെയും അതിലുള്ള ചിത്തത്തിന്റെ ധർമ്മം, ചിത്തത്തിന്റെ പ്രവർത്തനം, അതാണ് ഈ സമാധി. 5 ദിക്കിലും സമാധി വരാം. യോഗം ഈ 5 അവസ്ഥകളിലും വരാം. അതാണ്. ഇനി ഈ 5 ഭൂമികളെ പറ്റിയിട്ട് ചെറിയൊരു വിവരണം ഇതിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇത് ഈ ഭാഷ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം, കാരണം നമുക്ക് മനസ്സിലാവണല്ലോ. ഒന്നാമത്തേത് തത്ര വിക്ഷിപ്തേ, അല്ല അതെ, വിക്ഷിപ്തേ ചേതസി. അതിൽ 3ാമത്തെ ഭൂമിയാണ്, 3ാമത്തെ സ്ഥിതിയാണ്. അതായത് ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. 5 എണ്ണാണ്. അതില് 3ാമത്തേതാണ് ഇപ്പൊ പറഞ്ഞത്, വിക്ഷിപ്തം. അത് നമുക്ക് വിശദമായിട്ട് കുറച്ചും കൂടി മുന്നോട്ട് നമുക്ക് അത് എടുക്കാം. തൽക്കാലം വ്യാസന്റെ ഒരു വ്യാഖ്യാനം നമുക്ക് എത്തിയതിന് ശേഷം അതിൽ അറിയാത്ത വാക്കുകളും ഒക്കെ നമുക്ക് ഒന്നുകൂടി
മുന്നോട്ട് പോകാം. അപ്പം വിക്ഷിപ്തേ ചേതസി, ചേതസി എന്ന് പറഞ്ഞാൽ ചിത്തത്തിൽ അർത്ഥമാണ്. വിക്ഷിപ്തമായ ചിത്തത്തിൽ, അതായത് മൂന്നാമത്തെ ഭൂമികയിൽ ഇരിക്കുന്ന മനസ്സില്, ചിത്തത്തില് എന്താണ്? വിക്ഷേപ ഉപസർജനീഭൂത, വിക്ഷേപം, വിക്ഷേപത്താൽ ഉപസർജനീഭൂതമായിട്ട് ആണ്. വിക്ഷേപം കാരണം ശരിക്കുള്ള യോഗം കിട്ടില്ല, ഉപസർജനീഭൂതമാവും, ശരിക്കുള്ള സമാധി കിട്ടില്ല. അതാണ്. അപ്പം വിക്ഷേപം എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഘട്ടത്തിൽ പോലും, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും രണ്ടും നമുക്ക് രണ്ടാമത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ മൂന്നും സമാധി കിട്ടാത്ത അവസ്ഥയാണ് ഈ 3 ഭൂമികകളും, ആദ്യത്തെ 3 എണ്ണവും. അതാണ്. അപ്പം ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളണം. നമുക്ക് സംശയം തീർത്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. കാരണം ഇത് FDP ആണ്. അതുകൊണ്ട് ഒരു സംശയവും ബാക്കി വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അറിയുന്നത് പോലെ നമുക്ക് അത് നേരെയാക്കാം. അപ്പം മൂന്നാമത്തെ വിക്ഷേപം എന്ന് പറയുന്ന, വിക്ഷിപ്തം എന്ന് പറയുന്ന ആ ഭൂമികയില് സമാധി യോഗപക്ഷേന വർത്തതേ. ആ സമാധി യോഗപക്ഷത്തിലല്ല. എന്നാൽ ആ സമാധിയെ യോഗത്തിൽ കൂട്ടാൻ പറ്റില്ല. സമാധി എല്ലാം അതിൽ 5-ലുണ്ട്. പക്ഷെ ഈ ആദ്യത്തെ 3 എണ്ണത്തിൽ തന്നെ എടുത്തോളണം. കാരണം മൂന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1ഉം 2ഉം പറയേണ്ട ആവശ്യമില്ല. ഈ 3 എണ്ണത്തിലും ഉള്ള സമാധിയെ യോഗം എന്ന് വിളിക്കാൻ പറ്റില്ല. പൊതുവെ യോഗം എന്ന് പറഞ്ഞ സമാധിയാണ്. എങ്കിലും ആദ്യത്തെ ഈ 3 എണ്ണത്തിൽ വരുന്ന സമാധികളെ യോഗം എന്ന് ആ പക്ഷത്തിൽ ചേർക്കാൻ പറ്റുകയില്ല. യോഗപക്ഷേ ന വർത്തതേ. ഇനി 4-മത്തെ ഏതാണ്? ഏകാഗ്രമാണ്. യസ്തു ഏകാഗ്രേ ചേതസി, ഏകാഗ്രേ ചേതസി, ഏകാഗ്രമായ ചിത്തത്തിൽ സദ്ഭൂതമർത്ഥം പ്രദ്യോതയതി. അവിടെ എന്ത് ചെയ്യുന്നത്? സദ്ഭൂതമായ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നു. അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്ക് പിടികിട്ടും ആ സമാധിയില്. ഏത്? ഏകാഗ്ര ചിത്തത്തിൽ. എന്നിട്ടോ ക്ഷീണോദിജ ക്ലേശാൻ. അപ്പം ശരിക്കുള്ള അർത്ഥത്തെ നമുക്ക് കാണിച്ചു തരും. ക്ലേശാൻ ക്ഷീണോതി, ക്ലേശങ്ങളെ ക്ഷീണോതി, ക്ഷീണിപ്പിക്കുന്നു. എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കും. ഇത് 4-മത്തേത് മുതലേ 4ഉം 5ഉം 2 ഉണ്ടല്ലോ പിന്നെ അതില്. അപ്പോ 4-മത്തേതില് ക്ഷീണോദിജ ക്ലേശാൻ കർമ്മബന്ധാനി ശ്ലഥയതി. കർമ്മബന്ധങ്ങൾ, നമുക്കുള്ള എല്ലാ തരത്തിലുള്ള കർമ്മബന്ധങ്ങളെയും ശ്ലഥിക്കും, അതിനെ നശിപ്പിക്കും, ഇല്ലാണ്ടാക്കും. നിരോധം ആമുഖീകരോതി. എന്നിട്ട് നിരോധത്തിലേക്ക് നമ്മളെ തള്ളിവിടും. 5-മത്തേത് നിരുദ്ധമാണ്. അതായത് നിരോധം സംഭവിക്കുന്നതാണ് നിരുദ്ധം. അപ്പോൾ ഏകാഗ്രവും നിരുദ്ധവും ശരിക്കുള്ള യോഗമാണ്. സമാധി, അതിലെ സമാധി യോഗപക്ഷത്തിലുള്ളതാണ്. അപ്പോ ഏകാഗ്രത്തില് നമ്മുടെ മനസ്സിലുള്ള ഈ നല്ല അർത്ഥങ്ങളെ തരും, ക്ലേശങ്ങളെ നശിപ്പിക്കും, കർമ്മബന്ധങ്ങളെ ശിഥിലമാക്കും. ശ്ലഥയതി നിരോധം ആമുഖീകരോതി. എന്നിട്ട് നിരോധത്തിലേക്ക്, നിരുദ്ധാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെയുള്ള ആ ഏകാഗ്രാവസ്ഥയിലുള്ള ആ ഭൂമിയിലുള്ള സമാധിയെ, യോഗത്തെ സഹ സമ്പ്രജ്ഞാത ഇത്യാഖ്യായത. ഇപ്പം നമുക്ക് അത്ര ക്ലാരിറ്റി വന്നില്ലെങ്കിൽ പേടിക്കാനില്ല, ഇത് ഇനിയും വരും. എന്നാലും നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. ഇതിന് സമ്പ്രജ്ഞാത സമാധി, സമ്പ്രജ്ഞാത എന്നതിൽ കൊടുത്തിട്ടുള്ളൂ, എങ്കിലും സമാധി നേരത്തെ കൊടുത്തിട്ടുണ്ട് ഈ 5 എണ്ണത്തിലും വരുന്ന സമാധികൾ. അപ്പോൾ ഈ 4-മത്തേതിൽ വരുന്നതിനെ സമ്പ്രജ്ഞാത സമാധി
ഇതി ആഖ്യായത. ഇങ്ങനെയാണ് അതിന് പേര്, സമ്പ്രജ്ഞാത സമാധി എന്ന് വിളിക്കുന്നു, ആഖ്യായത. സജാ, ഈ സമ്പ്രജ്ഞാത സമാധി എങ്ങനെയുള്ളത്? 4 തരമുണ്ട്. ഏതെല്ലാണ്? അതെല്ലാം വിശദമായിട്ട് വരാൻ പോകുന്നുണ്ടേ. അതുകൊണ്ട് ആ 4 എണ്ണം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യില്ല. അത് വിശദമായിട്ട് വരാൻ പോകുന്ന സംഗതിയാണ്. വിതർക്കാനുഗതോ വിചാരാനുഗത ആനന്ദാനുഗത അസ്മിതാനുഗത. 4 എണ്ണം. വിതർക്കം, വിചാരം, ആനന്ദം, അസ്മിത. അതിനെല്ലാം അനുഗതം ചേർക്കണം. വിതർക്കാനുഗതോ വിചാരാനുഗത ആനന്ദാനുഗതോ അസ്മിതാനുഗത ഇതി ഉപരിഷ്ടാത്. ഉപരിഷ്ടാത് പിന്നീട്, മേലെ. ഉപരിഷ്ടാത് പ്രവേദയിഷ്യാമഃ, അത് പിന്നീട് പറയുന്നതായിരിക്കും. ഉപരിഷ്ടാത് നിവേദയിഷ്യാമഃ, പിന്നീട് നിങ്ങൾക്ക് നിവേദിക്കും, നിങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഇനി സർവവൃത്തി നിരോധേ. സ്വാഭാവികം പറഞ്ഞു, ഏകാഗ്രത്തില് സർവവൃത്തി നിരോധമില്ല. ചില വൃത്തികളാണ് ബാക്കിയുണ്ടാവും. എന്നാൽ എല്ലാ വൃത്തികളും നിരോധിക്കപ്പെട്ടാൽ അസംപ്രജ്ഞാത സമാധി, അത് അസംപ്രജ്ഞാത സമാധി എന്നും പേര്. ഇത്രയാണ് വ്യാസഭാഷ്യത്തില് ആദ്യത്തെ ഈ സൂത്രത്തിന് കൊടുത്ത വ്യാഖ്യാനം. ഇനി തസ്യ ലക്ഷണ അഭിത്സയ ഇതം സൂത്രം പ്രബോധന. അടുത്ത സൂത്രത്തിൽ ഇതിന്റെ ലക്ഷണം പറയുന്നു. ഇതിന്റെ നമ്മുടെ യോഗയുടെ ലക്ഷണം കൃത്യമായിട്ട് രണ്ടാമത്തേതിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതില് ചില ക്ലാരിറ്റി ഞാൻ പറയാം. അപ്പോൾ വ്യാസഭാഷ്യം നമ്മൾ നോക്കി, ഇതിന് ധാരാളം ആൾക്കാർ ഇതിൽ പൂരിപ്പിച്ചിട്ടും ഉണ്ട്. അതിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. കുറിച്ചെടുക്കേണ്ടവർ കുറിച്ച് വെച്ചോളണം. സംശയം ചോദിക്കേണ്ടവർ ചോദിച്ചോളണം. നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിലും, എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പിൽ 1-2 ദിവസം തുറന്നിട്ടാലേ ആൾക്കാർക്ക് മനസ്സിലായത് എഴുതാനും മനസ്സിലാവാത്തത് സൂചിപ്പിക്കാനും വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലത്തെ ആ അവസരം ഉപയോഗിക്കാവുന്നതും ആണ്. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതേ മാത്രമേ എൻ്റെ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കലോ ഇതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഇതിൽ ഒരുവിധം ഒരു ഐഡിയ വരണം. അതായത് ഫാക്കൽറ്റിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഇതില് യോഗയുടെ ലക്ഷണം, ഭേദം, ഉപായം, ഫലം, ഈ 4 എണ്ണമാണ് ഒരു പുസ്തകത്തിന്റെ ഉദ്ദേശം. ഒന്ന്, ഏതാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ലക്ഷണം കൃത്യമായിട്ട് പറഞ്ഞുതരണം. യോഗയുടെ ലക്ഷണം എന്താണ് അത് പറഞ്ഞുതരണം. യോഗയിലെ ഭേദങ്ങൾ, പലതരം യോഗകൾ, അത് പറഞ്ഞുതരണം. പിന്നെ ഈ യോഗാവസ്ഥയിൽ എത്താനുള്ള ഉപായം, അതായത് സാധനാമാർഗം. അഷ്ടാംഗ യോഗമൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. പിന്നെയോ ഇതുകൊണ്ടുള്ള ഫലം. വിഭൂതി യോഗത്തിലും മറ്റു പല സ്ഥലത്തും ഇതിൻ്റെ ഫലവും പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന്, ഈ ദർശനത്തിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് ലക്ഷണം, അതായത് യോഗയുടെ ലക്ഷണം, യോഗയിലെ വിവിധമായിട്ടുള്ള ഭേദം, ഉപായം, ഹൗ ടു അച്ചീവ്, ഫലം, ഇതുകൊണ്ടുള്ള ഈ യോഗ കിട്ടിയാലുള്ള ഫലം എന്താണ്, ഈ 4 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയാൻ പോകുന്നത് എന്നർത്ഥം. പിന്നെ അഥ എന്നുള്ള വാക്ക്, ഇതിൽ 2 വാക്കാണുള്ളത്. അഥ യോഗാനുശാസനം, അങ്ങനെ 2 വാക്കാണ്. അഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിലക്ക് ഇനി എന്നൊരർത്ഥമുണ്ട്. ഇനി പറയാൻ പോകുന്നത് എന്നുള്ളൊരർത്ഥം വരും. അപ്പം അഥ അധികാരാർത്ഥം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏതിനെ അധികരിച്ചിട്ടാണ് ഇത് വരാൻ പോകുന്നത് എന്നുള്ളത് അത് പറഞ്ഞു. രണ്ടാമത്തേതാണ്
ഇനി ഇനി എന്ന് പറയുമ്പോൾ എന്താണ്? വേറെ ചിലത് കഴിഞ്ഞിട്ട് എന്നർത്ഥമാണ്. അപ്പോ നമ്മള് ഈ പിന്നെ യോഗ ദർശനം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില ക്വാളിഫിക്കേഷൻ, ഒരു എൻറ്ററിങ് ക്വാളിഫിക്കേഷൻ വേണ്ടതാണ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ സാഖ്യമാണ്. സാഖ്യം എന്ന് പറയുന്ന സാഖ്യദർശനം ഉണ്ട്. നമ്മളതിൽ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് സാഖ്യദർശനത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുക. ഏറ്റവും നല്ല എക്സാമ്പിൾ ചിത്തം, നമ്മൾ മനസ്സ് എന്നങ്ങ് പറയും പെട്ടെന്ന്. വാസ്തവത്തിൽ ചിത്തം എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സാഖ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഹലോ, കേൾക്കുന്നുണ്ട് മാഷെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാനിടെ പിന്നെ AC ഉണ്ടായിരുന്നു, അത് ഓഫാക്കി. അപ്പോൾ കുറച്ച് ശബ്ദം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പം ഈ രണ്ടാമത്തേത് ഇനി എന്നുള്ള ഇതിൻ്റെ ഒരു ക്വാളിഫയിങ് ഡിഗ്രി എന്താണ് എന്ന് വെച്ചാൽ സാഖ്യത്തിനെ പറ്റി സംശയം കുറച്ച് അറിയുന്നത് നല്ലതായിരിക്കും. മൂന്നാമത്തേത് അഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മംഗളവാചിയായിട്ടുള്ള ശബ്ദമാണ്. സ്റ്റാർട്ടിങ് അഥ എന്ന് പറഞ്ഞാൽ ഒരു മംഗളമായിട്ടുള്ള ശബ്ദത്തിലാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് പല ഗ്രന്ഥങ്ങളും അഥ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അധയോഗാനുശാസനം എന്ന് തുടങ്ങും. അഥാതോ ധർമ്മജിജ്ഞാസ. അത് ഈ പിന്നെ പൂർവ്വമീമാംസയ്ക്ക് തുടങ്ങുന്നത് അങ്ങനെയാണ്. അഥാതോ ധർമ്മജിജ്ഞാസ. മറ്റേ അഥാതോ ബ്രഹ്മജിജ്ഞാസ. അഥ എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മംഗള ശബ്ദമാണ്. ഇത് തുടങ്ങിയാൽ അത് വൃത്തിയായിട്ട് പൂർത്തിയാവും എന്നർത്ഥം. അതുകൊണ്ട് അത് അങ്ങനെ വരും. പിന്നെ ഈ പറഞ്ഞ മാതിരി അനന്തരം എന്നുള്ളത്. അപ്പൊ സാഖ്യത്തിന് ശേഷം സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? പ്രകൃതി പുരുഷൻ. ഇത് ധാരാളം നമ്മുടെ ഇതിൽ വരുന്ന ഇതാണ് പ്രകൃതി പുരുഷൻ. അപ്പൊ പ്രകൃതി പുരുഷൻ ജിജ്ഞാസ, അതാണ് സാഖ്യം. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള എന്താണ് എന്നുള്ളതെല്ലാം പറയുന്നതാണ് സാഖ്യം. പ്രകൃതി പുരുഷനും ചെറുങ്ങനെ നമുക്ക് അടുത്ത സൂത്രത്തിന്റെ സമയത്ത് നോക്കാം. അപ്പോ അത് പഠിച്ചതിന് ശേഷം എന്നിങ്ങനെ 2-3 അർത്ഥം നമുക്ക് മനസ്സിൽ വെച്ചുകൊള്ളണം. അനുശാസനം എന്താണ്? അഥ യോഗ അനുശാസനം. യോഗ എന്നുള്ളത് സമാധി എന്നുള്ളത് ഒരു അർത്ഥം പറഞ്ഞു. യോഗ എന്നുള്ളതിനെ പറ്റി വിശദമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അടുത്തിൽ വരാനും പോകുന്നുണ്ട്. വാട്ട് ഈസ് അനുശാസനം? ശാസനം എന്ന് പറഞ്ഞ ശാസ്ത്രമാണ്. അനൂന്ന് എന്തിനാണ് ചേർത്തത്? അനൂന്ന് ചേർത്തത് ഇതിന്റെ ഒറിജിനൽ പ്രോപ്പറേറ്റർ പതഞ്ജലി അല്ല. അതാണ് ഞാൻ മറ്റുള്ളവർ പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതിന്റെ തുടക്കക്കാരനല്ല. തുടങ്ങിയത് എനിക്ക് മുമ്പേയും ഇവിടെ ഈ യോഗ ശാസ്ത്രം നിലവിലുണ്ടായിരുന്നു എന്നർത്ഥം. ഇപ്പം പതഞ്ജലി ജനിച്ചതിന് ശേഷമല്ല യോഗ തുടങ്ങിയത്. യോഗയ്ക്ക് മുമ്പേ അതിന് പ്രൊപ്പറേറ്റർ വേറെയുണ്ട്. അത് ഞാൻ രണ്ടാമതൊന്ന് എൻ്റെ ഇതിനനുസരിച്ചിട്ടൊന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലൊന്ന് ദർശനമായിട്ട് അവതരിപ്പിക്കുന്നേ ഉള്ളൂ എന്നാണ് അനുശാസനം എന്നുള്ളതിന് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഇതിനെ തെളിവായിട്ട് 2-3 ഞാൻ പറയാം. ഒന്ന് പിന്നെ മഹാഭാരതത്തിലുള്ളതാണ്. മഹാഭാരതം എത്ര കാലം മുമ്പേ നോക്കാം. അതിൽ പറയുന്നത് സാഖ്യസ്യ വക്താ കപിലഃ. മുമ്പേ ഉണ്ട്. സാഖ്യത്തിന്റെ വക്താവ് കപിലനാണ്, അതിന് സംശയമില്ല. പരമർഷി സൗച്യതേ, ഏറ്റവും വലിയ മഹർഷിയാണ് സാഖ്യൻ, കപില മഹർഷി. യോഗത്തിൻ്റെയോ പതഞ്ജലിനെ പറ്റി പറഞ്ഞിട്ടില്ല മഹാഭാരതത്തില്. ഹിരണ്യഗർഭോ യോഗസ്യ വക്ത. ആ യോഗത്തിന്റെ യഥാർത്ഥ വക്താവ് ഹിരണ്യഗർഭനാണ് എന്നാ പറയുന്നത്. ഹിരണ്യഗർഭോ യോഗസ്യ വക്ത ന അന്യഃ, വേറെ ഒരാളുമല്ല. പുരാതനഃ, വളരെ പഴക്കമുള്ള ആളാണ് ഈ ഹിരണ്യഗർഭൻ. അദ്ദേഹമാണ് യോഗത്തിന്റെ ശരിക്കുള്ള പ്രൊപ്പറേറ്റർ എന്ന് ഇവിടെ പറഞ്ഞു വെക്കുക. വേറെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്.
ഇതം ഹി യോഗേശ്വര യോഗ നൈപുണം ഹിരണ്യഗർഭോ ഭഗവാൻ ജഗാത. ഹിരണ്യഗർഭനായിട്ടുള്ള ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ തന്നെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അനുശാസനമാണ്, നേരിട്ടുള്ള ശാസനമല്ല. അതുവരെ നിലവിലുള്ള ശാസ്ത്രത്തെ ഞാൻ പുനരാവിഷ്കരിക്കുകയാണ് എന്ന് ഇവിടെ അർത്ഥം. അതുകൊണ്ട് യോഗ എന്നുള്ളത് ഈവൻ പതഞ്ജലിക്കും മുമ്പെയാണ് ഉള്ളതാണ് എന്നർത്ഥം. ഇനി നമുക്ക് ഈ 5 ഭൂമികകളെ പറ്റി ഒരു ജനറൽ ഐഡിയ ഉണ്ടാവണം. അത് ഇനിയും ചില അടുത്തതിലും ചെറുങ്ങനെ ഒരു സൂചന അതിൽ വരുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ 5 എണ്ണത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഐഡിയ മനസ്സിലാവും. ഒന്ന് മൂഢം. നമുക്കറിയാം മൂഢൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഢൻ ഒരു ഉറക്കം തൂങ്ങി ആണ് മൂഢൻ എന്ന് പറയുന്നത്. അത് തമസ് മൂടിയതാണ്. തമസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉറക്കം, മടി, ആലസ്യം, ഇതൊക്കെയാണ് തമസിന്റെ ലക്ഷണം. തമസ്, രജസ്, സത്വം, ഇതെല്ലാം നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. അപ്പോൾ തമസ് കൊണ്ട് മൂടിയ അവസ്ഥയാണ്, മൂടിയ മനസ്സിന്റെ അവസ്ഥയാണ് മൂഢം. 5 ഭൂമികൾ പറഞ്ഞല്ലോ, അതിൽ ആദ്യം പറയേണ്ടത് മൂഢം എന്നാണ്. ഇവിടെ രണ്ടാമത് പറഞ്ഞെങ്കിലും തമസ്സിൽ മുങ്ങിയത്, അവർക്ക് ഒന്നും ബോധമില്ല, ഉറക്കം തൂങ്ങികളാണ്, മടിയന്മാരാണ്, എല്ലാം ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ആദ്യത്തേത്. അതിന് സമാധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ സമാധി ഒരു പ്രയോജനമില്ലാത്തതാണ്, യോഗത്തിൽ പറ്റാത്തത്. അതങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ. രണ്ടാമത്തേത് ക്ഷിപ്തം. ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഇങ്ങനെ എറിയുക എന്നർത്ഥം. കുറച്ച് മണ്ണ് കുഴച്ചിട്ട് ഇങ്ങനെ എറിയാം. അപ്പം എന്താവും? ഈ ചുമരിലേക്ക് എറിഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ മനസ്സ് ക്ഷേപിക്കപ്പെട്ട അവസ്ഥ, ചെതറിപ്പോയ അവസ്ഥ. മനസ്സ് എന്നല്ല, അതിൻ്റെ വിശദമായിട്ട് പിന്നെ നമുക്ക് എടുക്കാം. ഏതായാലും ചിത്തം ചിതറിപ്പോവുക, അങ്ങനെ ഉള്ള അവസ്ഥയാണ് ക്ഷിപ്തം, ക്ഷേപിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ എന്താണ് ഈ ക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രജോ ഗുണം. ചെതറുക എന്ന് പറഞ്ഞാൽ നല്ല ചലനമാണ്, ചഞ്ചലമാണ്, ഒന്നും എവിടെ ഒരു ഉറപ്പില്ല, ഇങ്ങനെ ചെതറിയതുപോലെ നിൽക്കും ചിത്തം. അതാണ് ക്ഷിപ്തം എന്ന് പറയും. നേരത്തെ പറഞ്ഞു മൂന്നാമത്തേതാണ് വിക്ഷിപ്തം. ആ വിക്ഷിപ്തത്തിലും യോഗയില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആദ്യത്തെ 2 പറ്റി പറഞ്ഞിരുന്നില്ല. ഇനി അടുത്ത സൂത്രത്തിൽ എങ്ങനെ വരാൻ പോകുന്നുണ്ട്. വിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ വിശേഷേണ ക്ഷിപ്തം. ഈ എറിഞ്ഞതിനും ചില വിശേഷങ്ങളുണ്ട്, വെറുതെ ഇങ്ങനെ ചെതറിപ്പോകുന്നതല്ല, അതിൽ ചെറിയൊരു ചില അച്ചടക്കങ്ങളുണ്ട്. അതാണ്. അപ്പോൾ അതിലെന്തുണ്ട് വെച്ചാൽ കുറച്ച് സത്വവും കുറച്ച് രജസ്സും ഒക്കെ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇടക്കിടക്ക് ഈ വിക്ഷിപ്തമായിട്ടുള്ള മനസ്സിലെ ചിത്തത്തിലെ ഇടക്ക് ഏകാഗ്രത വരും, അത് അങ്ങ് പോവുകയും ചെയ്യും. ഈ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ സത്വത്തിന്റെ ലക്ഷണമാണ്. ചിലപ്പോൾ സത്വം കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം ഇതിലിങ്ങനെ തല പലതിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കൊരു സ്വസ്ഥത വരുന്നതാണ്. അത് വിക്ഷിപ്തത്തിൽ വരുന്ന ഒരു ഏകാഗ്രതയാണ്. അപ്പോൾ ഏകാഗ്രതയോടൊരു നിഴലാട്ടം വിക്ഷിപ്തത്തിൽ ഉണ്ടാവും, പക്ഷെ സ്ഥിരതയില്ല. അങ്ങനെ വരുന്നതാണ് വിക്ഷിപ്തം എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ ഈ 3ലും യോഗപക്ഷേ നവർത്തതേ, ഇത് 3ഉം യോഗത്തിൽ വരുന്നതല്ല. അപ്പൊ 3 അവസ്ഥ: മൂഢം, തീരെ തമസ്, ക്ഷിപ്തം ചെതറിയത്, വിക്ഷിപ്തം ചെറിയാണെങ്കിലും ഇടയ്ക്കൊരു ഏകാഗ്രത കിട്ടുന്നത്. ഇങ്ങനെ 3 അവസ്ഥ. ഈ 3ഉം യോഗപക്ഷത്തിൽ വരില്ല. അപ്പൊ 3 ഭൂമികൾ സാർവഭൗമ എന്ന് പറഞ്ഞാൽ 3 എണ്ണം നമ്മൾ തള്ളിക്കളയണം. ഇനി 4-മത്തേത്, അത്
എന്താണ് ഏകാഗ്രം. എന്താ ഏകാഗ്രം? അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം എന്നർത്ഥം. ഏക അഗ്രം, ഒറ്റ അറ്റം എന്ന് പറഞ്ഞാൽ നല്ല മൊനയുള്ളത്, ഷാർപ്പ്, ഊർത്തത്. കുറെ മുനകളില്ല, ഒറ്റ മുനയുള്ളൂ. മറ്റേതിലെങ്കിൽ അക്ഷിപ്തത്തിലും പിന്നെ വിക്ഷിപ്തത്തിലൊക്കെ കുറേ മുനകളുണ്ട്, പല വൃത്തികളിലും പെടും. പക്ഷേ ഏകാഗ്രത്തില് ഒറ്റ വൃത്തിയിലേക്ക് അത് കേന്ദ്രീകരിക്കും. അതാണ് നമ്മൾ ഏകാഗ്രം എന്നെല്ലാം സാധാരണ കോൺസെൻട്രേഷൻ എല്ലാം പറയുന്നുണ്ടല്ലോ. അത് ഈ ഒരേ വിഷയത്തിൽ സ്ഥിരമായി നിർത്തും, അതാണ്, ചെതറിപ്പോകുന്നു. അതിനെയാണ് ഏകാഗ്രം എന്ന് പറയുന്നത്. ഈ ഏകാഗ്രം നാലാമത്തെ അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് സമ്പ്രജ്ഞാതം എന്നുകൂടി പേരുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ സമ്പ്രജ്ഞാത സമാധി. ആ സമ്പ്രജ്ഞാത സമാധിയില് 4 തരമുണ്ട്: വിതർക്ക അനുഗതം, വിചാര അനുഗതം, ആനന്ദാനുഗതം, അസ്മിതാനുഗതം. ഇങ്ങനെ 4 തരം സമാധികൾ ഈ നാലാമത്തെ അവസ്ഥയിൽ, ഏകാഗ്ര അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. ആ ഏകാഗ്ര അവസ്ഥയിലുള്ള സമാധിക്ക്, യോഗത്തിന് സമ്പ്രജ്ഞാത സമാധി എന്നൊരു പേരും കൂടി ഉണ്ട്. ഇത് സമ്പ്രജ്ഞാതം നമ്മൾ ധാരാളം കേട്ടതായിരിക്കും, പക്ഷെ നമ്മളൊരു ക്ലാരിറ്റി വേണം. അപ്പൊ അത് ഏകാഗ്രാവസ്ഥയിൽ വരുന്ന സമാധി അല്ലെങ്കിൽ യോഗാവസ്ഥയാണ് സമ്പ്രജ്ഞാത സമാധി. ഇനി ഈ നാലാമത്തേതും കടന്ന്, അപ്പൊ ഈ ഒരു ഏകാഗ്രതയിൽ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലേ, ആ ഒന്നിനെയും കൂടി തട്ടിക്കളയാം. ചിത്തത്തില് ഒരു വൃത്തികളും ഇല്ലാതെ ആയാല് അപ്പോ അതെന്താവും? അന്നേരം എല്ലാറ്റിനെയും നിരോധിക്കുക. നിരോധിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥം തന്നെ സ്റ്റോപ്പ്. അങ്ങനെ നിരോധിക്കപ്പെട്ട അവസ്ഥക്ക് നിരുദ്ധം പേര്. അപ്പോ നിരുദ്ധാവസ്ഥ അഞ്ചാമത്തേത്. അതില് സർവവൃത്തി നിരോധ. മറ്റേതെങ്കിലും വൃത്തി നിരോധം ഉണ്ട്, പക്ഷെ ഒരു വൃത്തി അവിടെ ബാക്കിയുണ്ടാവും. അതേതില്? ഏകാഗ്രത്തില്. ഇതില് സർവവൃത്തി നിരോധ. അപ്പൊ എന്താവും? അതിന് അസംപ്രജ്ഞാതം എന്ന് പേര്. നേരത്തെ സമ്പ്രജ്ഞാതം എന്നാണ്. ഇത് ഫൈനൽ ആവുമ്പോ എന്തായി? അസംപ്രജ്ഞാതം. അതും കൂടി ഇല്ല. ഒരു ജ്ഞാനത്തിന്റെ അംശമുണ്ട് മറ്റേത്, സമ്പ്രജ്ഞാതം, പ്രജ്ഞ. ഇതിലതില്ല, അസംപ്രജ്ഞാതം. അവിടെ ചിത്തത്തിന് വ്യാപാരമേ ഇല്ല, ചിത്തം നിശ്ചലമാവും. ഇങ്ങനെ ആണ് ഈ 5 ഭൂമികകൾ: മൂഢം, ക്ഷിപ്തം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. 5 എണ്ണം. അപ്പം ഈ 5ലും അവസാനത്തേതിൽ എത്തുമ്പോഴാണ് ശരിക്കുള്ള സമാധി ഉണ്ടാവും. അവിടെ പരമവൈരാഗ്യത്തോടു കൂടിയുള്ള സമാധി കിട്ടുന്നത് ഈ 5ാമത്തെ അവസ്ഥയിലാണ്, 5ാമത്തെ ഭൂമിയിലാണ്. അതാണ് സാർവഭൗമ എന്ന് പറഞ്ഞത്. 5ലും സമാധി ഉണ്ട്. അതില് ആദ്യത്തെ 3 എണ്ണത്തില് യോഗപക്ഷത്തിലല്ല സമാധി, അവസാനത്തെ 2 എണ്ണത്തില് യോഗപക്ഷത്തിലുള്ള സമാധിയാണ്. അതില് ഏകാഗ്രത്തില് സമ്പ്രജ്ഞാത സമാധിയും. ആ സമ്പ്രജ്ഞാത സമാധിക്ക് 4 ഭേദങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. 5ാമത്തെ നിരുദ്ധാവസ്ഥയില് അസംപ്രജ്ഞാത സമാധിയും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ 1ാമത്തെ സൂത്രത്തിൽ നിന്ന് വ്യാസന്റെ ഈ വ്യാഖ്യാനത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ആദ്യത്തെ സൂത്രമായതുകൊണ്ട് ഈ ശാസ്ത്രത്തിന്റെ നിയമപ്രകാരം ഈ ആദ്യത്തെ സൂത്രത്തില് 4 കാര്യങ്ങൾ പറയണം അത്രേ. അതിന് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4 എണ്ണം. അനുബന്ധം അതെന്തെല്ലാണെന്ന് വെച്ചാൽ, 1 വിഷയം ഇതിൽ സൂചിപ്പിക്കണം. ഈ 1ാമത്തെ സൂത്രത്തില്
ഇതിൽ എന്താന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് ഇതിൽ സൂചിപ്പിച്ചേക്കണം. അത് അതിൻ്റെ കടമയാണ്. ഒന്നാമത്തെ സൂത്രത്തിൽ തന്നെ പറയണം. അപ്പം വിഷയം എന്താണ് ഇവിടെ? നമുക്കറിയാം, യോഗം. അപ്പം യോഗം ആണ് വിഷയം. യോഗത്തിൽ തന്നെ പല ഭേദങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, വിചാരാനുഗത പറഞ്ഞ അതങ്ങനെ ഭേദങ്ങളും ആ സാധന ഇതില് പിന്നെ യോഗ സാധന എന്ന് പറഞ്ഞാൽ അത് പറയണം. അതേപോലെ ഫലവും പറയണം. ഇതൊക്കെ ഇതിൽ സൂചന വരണം. അപ്പൊ യോഗ എന്ന് പറയുമ്പോൾ ആ സൂചനകളൊക്കെ ഇതിൽ വന്നു ഒന്നാമത്തെ സൂത്രത്തിൽ. രണ്ടാമത്തേത് പ്രയോജനമാണ്. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രയോജനം? പ്രയോജനം സ്വരൂപസ്ഥിതിയാണ്. നമ്മുടെ ഒറിജിനൽ രൂപത്തിൽ നമ്മൾ സ്ഥിതി ചെയ്യണം. അത് രണ്ടാമത്തെ സൂത്രത്തിൽ വരാൻ പോകുന്നുണ്ട് വിശദമായിട്ട്. അപ്പൊ യോഗ അവസ്ഥയിൽ എത്തണം അർത്ഥം. അതൊരവസ്ഥയാണ്. പിന്നെ ഇത് പഠിക്കാൻ ഒരു അധികാരി വേണം. ഒരു ക്വാളിഫൈഡ് ആയിരിക്കണം ആള്. അതെന്താണ്? അഥ എന്നാൽ മുമ്പത്തെ ചില സംഗതികളൊക്കെ പഠിച്ചിരിക്കണം. അയാള് നല്ല ഒരു മുമുക്ഷു ആയിരിക്കണം. നമ്മളെല്ലാവരും അങ്ങനെ ആവണം എന്നാണ്. ഒരു സാധകനായിരിക്കണം. ജിജ്ഞാസു ആയിരിക്കണം. എനിക്കത് പഠിക്കണം, അറിയണമെന്ന് നമുക്ക് ഇങ്ങനെ ഉള്ളിൽ എപ്പോഴും ശ്രദ്ധ വേണം. അതാണ്. പിന്നെ അധികാരി സംബന്ധം. ഈ ഇതിൻ്റെ അധികാരിയും കർത്താവും കർത്തവ്യവും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ ചില യോഗം ചെയ്യുന്ന ആള് അവർ തമ്മിലൊരു ബന്ധം ഈ തരത്തിൽ ബന്ധിപ്പിക്കുകയും വേണം. ഇങ്ങനെ 4 തരം ഈ ഇത് ഒന്നാണ് സംബന്ധം, അതിൻ്റെ സാധന, അധികാരി സംബന്ധം, പരസ്പര ബന്ധം. ഇതൊക്കെ തന്നെ ഇതിൽ വന്നു ചേരണം. ഇത് വെറുതെ ഇത് നമുക്കൊരു വളരെ സൂക്ഷ്മമായിട്ട് എടുക്കേണ്ട ഒരു ഐഡിയ വെച്ചാൽ മതി. ഇതൊക്കെ നമ്മുടെ ഈ പുസ്തകത്തിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് യോഗം, അതിൻ്റെ ലക്ഷണം, അതിൻ്റെ ഭേദം, അതിൻ്റെ സാധന, അതിൻ്റെ ഫലം. ഇതൊക്കെ നമുക്ക് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടേണ്ടതാണ് എന്ന് അർത്ഥം. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. എല്ലാവരും 3 പ്രാവശ്യം ഈ ഞാൻ പറഞ്ഞതിന് ശേഷം അൺമ്യൂട്ട് ആക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ ചൊല്ലിയാൽ മതി. ചൊല്ലിയെന്ന് ഉറപ്പ് വരുത്തണം. അതായത് ആ സൂത്രം ഞാൻ ചൊല്ലാം, അത് 3 പ്രാവശ്യം ഏറ്റു ചൊല്ലാം. അഥ യോഗ അനുശാസനം. എല്ലാവരും പറഞ്ഞോളൂ 3 പ്രാവശ്യം. കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്, മനസ്സിലായി. അപ്പൊ ഇതാണ് ഒന്നാമത്തെ സൂത്രം. ഇനി രണ്ടാമത്തെ സൂത്രം, യോഗ ചിത്തവൃത്തി നിരോധ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂത്രമാണ് ഈ രണ്ടാമത്തേത്. അത്ഭുതകരമായിട്ടുള്ള ഒരു സൂത്രമാണ്. യോഗയെ പറ്റി ഇതിനേക്കാളും നല്ലൊരു ഡെഫിനിഷൻ ഇനി കിട്ടാനില്ല. യോഗം എന്താണ്? ചിത്തവൃത്തി നിരോധമാണ്. അപ്പം ചിത്തവൃത്തി നിരോധം 4 വാക്കുകൾ അതിലുണ്ട്. 2ആയിട്ടാണ് വന്നതെങ്കിൽ യോഗ ചിത്തവൃത്തി നിരോധ ഒന്നിച്ചാണ്. എങ്കിലും പിരിച്ചാല് യോഗ ചിത്ത വൃത്തി നിരോധം 4ൻ്റെയും അർത്ഥം നമ്മൾ വിശദമായിട്ട് പഠിക്കണം. എനിക്ക് തോന്നുന്നത് ഇപ്പം 8:13 8:30 തീരണമല്ലോ. അപ്പം നമുക്ക് സമയത്തിൻ്റെ ഇത് പിടിക്കണ്ട, അത് 2 ദിവസം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് വളരെ വിശദമായിട്ട് പോകേണ്ടി വരും. ഇതിലെ വ്യാസന്റെ ഭാഷ നോക്കാം.
സർവശബ്ദ അഗ്രഹണാത്. ഇതില് ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞിട്ടുള്ളൂ, സർവചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞിട്ടില്ല. ചിത്തവൃത്തികളുടെ നിരോധം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ വൃത്തികളുടെയും നിരോധം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ സർവ എന്ന് ചേർക്കണം, അത് ചേർത്തില്ല. അതാണ് സർവശബ്ദ അഗ്രഹണാത്. സർവശബ്ദം അഗ്രഹണം, ഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് സമ്പ്രജ്ഞാതോപി യോഗ ഇത്യാഖ്യായത്. സമ്പ്രജ്ഞാതവും യോഗം. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചിത്തവൃത്തി മാത്രം ഒഴിവാവുക, ഏകാഗ്രം. അപ്പൊ ഏകാഗ്രമായിട്ടുള്ള അവസ്ഥയും, അതായത് സമ്പ്രജ്ഞാതവും അർത്ഥം, ആ സമ്പ്രജ്ഞാത സമാധിയും യോഗം തന്നെയാണ് എന്ന് വ്യാസൻ ഉറപ്പിക്കുകയാണ് ഇവിടെ. സമ്പ്രജ്ഞാതോ അഭി യോഗ ഇത്യാഖ്യായത്, യോഗമെന്ന് പറയപ്പെടും. ചിത്തം ഹി പ്രഖ്യാപ്രവൃത്തി സ്ഥിതിശീലത്വാത് ത്രിഗുണം. ചിത്തം എന്താണ്? ചിത്തം എനിക്കത് ചിലപ്പോൾ ചിത്തത്തിനെ പറഞ്ഞ് തീരും തോന്നില്ല, അത്ര പവർഫുൾ ആയിട്ടൊരു വാക്കാണ് ചിത്തം. അത് പ്രഖ്യാ പ്രവൃത്തി സ്ഥിതി ശീലത്വാത്. മൂന്ന് ശീലങ്ങൾ. ഒന്ന് പ്രഖ്യ, രണ്ട് പ്രവൃത്തി, മൂന്ന് സ്ഥിതി. സൂക്ഷിച്ചു നോക്കിയാൽ പ്രഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണം, പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജോ ഗുണം, സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമോ ഗുണം. സ്ഥിതി എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടിരിക്കുക, അത് തമോ ഗുണമാണ്. പ്രവൃത്തി നല്ല ചലനമുള്ളത്, അത് രജോ ഗുണമാണ്. അതേപോലെ സത്വം അല്ല പ്രഖ്യ, ജ്ഞാനം, അത് സത്വഗുണമാണ്. അപ്പോൾ ഈ ചിത്തത്തിന് ഈ മൂന്ന് ഗുണങ്ങളും സാധ്യതയുണ്ട്. പ്രഖ്യയുണ്ട്, പ്രവൃത്തിയുണ്ട്, സ്ഥിതി. ഈ മൂന്ന് ശീലത്വാത് ത്രിഗുണം. ചിത്തത്തിന് ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകാം. സത്വഗുണമുള്ള ചിത്തം, അതേപോലെ രജോ ഗുണമുള്ള ചിത്തം, തമോ ഗുണമുള്ള ചിത്തം, ഇങ്ങനെ ഉണ്ടാകാം. പ്രഖ്യാസ്വരൂപം ഹി ചിത്തസത്വം. പക്ഷെ ചിത്തത്തിന്റെ സ്വരൂപം, ഒറിജിനൽ എന്താന്ന് ചോദിച്ചാൽ പ്രഖ്യയാണ്. ജ്ഞാനസ്വരൂപമാണ് വാസ്തവത്തിൽ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചിത്തം. എന്നാലും എന്താവും? രജസ്തമോഭ്യാം സംസൃഷ്ടം. ആ ചിത്തസത്വത്തോട്, ആ സത്വപൂർണമായിട്ടുള്ള ചിത്തത്തോട് രജസ്സും തമസ്സും ചേർന്നാൽ, സംസൃഷ്ടം, അങ്ങനെ ചേർന്നാൽ എന്താവും? ഐശ്വര്യ വിഷയപ്രിയം ഭവതി. ഐശ്വര്യ വിഷയങ്ങളോട് താല്പര്യം വരും. ഐശ്വര്യം ഈശ്വരന സംബന്ധമായിട്ടുള്ള എന്നുള്ളത് എടുക്കാം. അപ്പോ ഐശ്വര്യപ്രിയ വിഷയം വരും. ഐശ്വര്യവും പ്രിയവുമായിട്ടുള്ള വിഷയങ്ങളോട് ശ്രദ്ധ വരും ചിത്തത്തിന്, ഈ രജസ്സും തമസ്സും കൂടി ചേർന്നാൽ. ഇനി തമസാനുവിദ്ധം, അത് തമസാ അനുവിദ്ധം. തമസ് മാത്രം അതിനോട് കൂടുതൽ ചേർന്നാൽ, രജസ്സില്ല, തമസ് കൂടുതൽ ചേർന്നാൽ എന്താവും? അനുവിദ്ധം പ്രക്ഷീണ മോഹാവരണം, അധർമ്മ, അജ്ഞാന, അവൈരാഗ്യ, അനൈശ്വര്യോപകം. തമസ് നമുക്കറിയാം, തമസ് മോശമായിട്ടുള്ള ഒരു ഗുണമാണ്. അപ്പൊ തമസ് മൂടിയാൽ എന്താവും? അധർമ്മം, അധർമ്മത്തിലായിരിക്കും ശ്രദ്ധ. അജ്ഞാനം, ജ്ഞാനം അടുത്തേക്ക് പോവില്ല. അവൈരാഗ്യം, ഒന്നിനോടും വൈരാഗ്യം ഉണ്ടാവില്ല, എല്ലാവരോടും രാഗമായിരിക്കും. പിന്നെ അനൈശ്വര്യോപകം, ഈ ഐശ്വര്യത്തോട് ചേരില്ല, ഈശ്വരാംശത്തോട്, ആ ഈശ്വരപരമായിട്ടുള്ള അതിലും ശ്രദ്ധയുണ്ടാവില്ല. ഇത് തമസ് കൂടിയാൽ ചിത്തത്തില്. ഇനി രജസ അനുവിദ്ധം, അതാണ്
അധർമ്മ അജ്ഞാന അവൈരാഗ്യ അനൈശ്വര്യോപകം ഭവതി. തദേവ അതേ ചിത്തം, തത് ചിത്തം പ്രക്ഷീണമോഹാവരണം രജോ മാത്രയാ. രജസ് കൊണ്ട്, അതിൽ രജസ്സാണ് വന്നതെന്ന് വിചാരിക്കാം. രജസ് മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഉണർന്നതാണ്, കുറച്ചും കൂടി ഹയറാണ്. അപ്പോൾ എന്താവും, അങ്ങനെ രജസ്തമ തദേവ പ്രക്ഷീണ മോഹാവരണം. രജസ് വരുമ്പം ഈ മോഹാവരണം, ആദ്യത്തിൻ്റെ തമസ്, തമസ് എന്ന് പറഞ്ഞാൽ മോഹം. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ മോഹമല്ല. മലയാളത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നർത്ഥം. വെറുതെ മോഹിക്കുവാൻ മോഹം, ആ മോഹമല്ല സംസ്കൃതത്തിലെ മോഹം. സംസ്കൃതത്തിലെ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി എന്നർത്ഥം, ബോധക്കേട് എന്നർത്ഥം. മോഹാലസ്യം എന്ന് പറയുന്ന വാക്ക് എന്ന് വന്നതാണ്. ഒരു മടി, പിന്നെ തമസ് മൂടുന്നതിനാണ് മോഹം. ഇവിടെ എന്താണ്, ആ മോഹ ആവരണം പ്രക്ഷീണമാവും, നഷ്ടപ്പെടും. അതായത് തമസ് മൂടിയതിൽ നിന്ന് ആ തമസ് അങ്ങോട്ട് മാറിക്കിട്ടും രജസ് വന്നാൽ. പിന്നെയോ സർവതഃ പ്രദ്യോതമാനം, ആ ഒരു ഒരു തെളിച്ചം വരും, എല്ലാ ദിക്കിലും ഒരു പ്രകാശമുണ്ടാകും. അതാണ് പ്രദ്യോതമാനം. അനിവിദ്ധം രജോമാത്രയാ, രജോമാത്ര കൊണ്ട് അനിവിദ്ധമായാലും, രജോമാത്ര ചേർന്നാൽ ഇങ്ങനെ തമസ് നഷ്ടപ്പെടും, കുറച്ച് തെളിച്ചം വരും. പിന്നെ ധർമ്മ ജ്ഞാന വൈരാഗ്യ ഐശ്വര്യ ഉപകം. നേരെ മറിച്ചാണ് മറ്റേ വന്നത്. അധർമ്മ അജ്ഞാന അവൈരാഗ്യ അനൈശ്വര്യ എന്ന് തമസിന് പറഞ്ഞു. ഇവിടെ അത് എല്ലാം പോയി. എന്താവും, അധർമ്മം പോയിട്ട് ധർമ്മം വരും, അജ്ഞാനം പോയിട്ട് ജ്ഞാനം വരും, അവൈരാഗ്യം പോയിട്ട് വൈരാഗ്യമാവും, അനൈശ്വര്യം പോയിട്ട് ഐശ്വര്യം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. രജോ ഗുണം വർദ്ധിച്ചാൽ ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും ഐശ്വര്യവും അതിൻ്റെ അടുത്തേക്ക് മനസ്സ് പോകും. ഇതാണ് പിന്നെ രജസാനുവിദ്ധം. ഖ്യാതി തദേവ, അത് തന്നെ, തദേവ രജോലേശമലാവൃതം. രജസ്സും കുറഞ്ഞു, സത്വം കൂടി, തമസ് തീരെ പോയി, ഒട്ടാകെ കുറച്ച് രജസ്സേ ഉള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് സത്വം, പ്രധാനപ്പെട്ട ഗുണം. അങ്ങനെ ചിത്തത്തിൽ നിറഞ്ഞാൽ എന്താവും ചോദിച്ചാൽ സ്വരൂപ പ്രതിഷ്ഠം. ഏറ്റവും വലിയ മേലയുടെ അവസ്ഥയാണ്. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ, തൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രതിഷ്ഠിതമാവും. പിന്നെയോ സ്വരൂപ പ്രതിഷ്ഠം സത്വപുരുഷ അന്യതാഖ്യാതി മാത്രം ധർമ്മമേഘ ധ്യാന ഉപകം. ധർമ്മമേഘ സമാധി എന്ന് പറയുന്നത് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ധർമ്മമേഘ സമാധി അവസ്ഥയിൽ ആവും. ധർമ്മമേഘ സമാധി അവസ്ഥ എങ്ങനെയാണ്? സത്വപുരുഷ അന്യതാഖ്യാതി. അതാണ് സത്വം എന്ന് പറഞ്ഞാൽ ചിത്തം. ചിത്തവും പുരുഷനും, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ്, ഇത് രണ്ടും തിരിച്ചറിയാൻ, അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥ, അതാണ് ധർമ്മമേഘ സമാധി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരവസ്ഥയിലേക്ക് ഉയരും. അവിടെ സത്വഗുണം നിറഞ്ഞാൽ, വർദ്ധിച്ചാൽ, കുറച്ച് രജസ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം സത്വം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഹയർ ദിക്കിലേക്ക് എത്തും. തത്പരം പ്രസംഖ്യാനം. ഇതിനെ എന്താ പറയാ, ഈ ധർമ്മമേഘ സമാധിയെ പരമപ്രസംഖ്യാനം, ഏറ്റവും ഉയരത്തിലുള്ള പ്രസംഖ്യാന
അവസ്ഥ എന്ന് പറയും. ആര്? ധ്യായിനഹ, ധ്യായികൾ, അതായത് ധ്യാനം ചെയ്യുന്നവര് ഇങ്ങനെയാണ് പറയുക. ചിതിശക്തിരപരിണാമിനി, ശരിക്കുള്ള ചിതിശക്തി. ചിതിശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ചിത്തത്തിനും അപ്പുറത്തുള്ള ആ ആത്മശക്തി, അതാണ് ചിതിശക്തി. ചിതിശക്തി അതിന് അപരിണാമിനി, ഒരു പരിണാമവും ഉണ്ടാവുകയില്ല. ചിത്തത്തിന് മാത്രമേ ഈ പരിണാമങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ഒരു പരിണാമം ഉണ്ടാവില്ല, അതിനൊരു ചലനം ഉണ്ടാവില്ല, പരിണാമമില്ല. അപ്രതിസംക്രമ, അത് ഒരിക്കലും വേറൊന്നിലേക്ക് സംക്രമിക്കുന്നില്ല. അതിലേക്ക് ഒന്നിനും സംക്രമിക്കാനോ ആവില്ല, അതിനോട് ഒന്നും ചേരാൻ പറ്റില്ല, അത് സ്വതന്ത്രമാണ് അർത്ഥം. ദർശിത വിഷയ, അത് ദർശിത വിഷയമാണ്. അതായത് ഈ ചിത്തം കൊണ്ടുപോയിട്ട് എല്ലാ വിഷയങ്ങളെയും അതിനെ കാണിച്ചു കൊടുക്കും. ദർശിതം, ദർശിക്കപ്പെടും, അത്രേ ഉള്ളൂ. ശുദ്ധ, അത് ഏറ്റവും ശുദ്ധവുമാണ്. അനന്താച, അനന്തമായതും ആണ്. അതിന് അന്തം, അത് അവസാനമില്ലാത്തതാണ്, എല്ലാ കാലത്തും ഉള്ളതാണ്, എല്ലാ ദേശത്തും ഉള്ളതാണ്. അങ്ങനെയുള്ളതാണ് ഏറ്റവും ഉള്ളിലുള്ള, അതായത് ഈ ചിത്തത്തിൻ്റെയും അപ്പുറത്തുള്ള ചിതിശക്തി, ജീവാത്മാവ് എന്ന് പറയുന്ന അവസ്ഥ. അത് ഇതിൻ്റെ എല്ലാം അപ്പുറത്താണ്. സത്വഗുണാത്മികാച ഇയം, അത് തനി സത്വഗുണാത്മികയും ആണ്. അപ്പൊ എന്താവും? അതോ വിപരീത വിവേകഖ്യാതി, ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഹയർ അവസ്ഥ എന്ന് പറയുന്നത് വിവേകഖ്യാതിയാണ്. തിരിച്ചറിവ്, വിവേചിച്ചറിയാനുള്ള ശക്തി. അതായത് ആത്മാവേതാണ്, അനാത്മാവേതാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെയും അപ്പുറത്താണ് ഈ ആത്മാവിൻ്റെ അവസ്ഥ. ഈ തിരിച്ചറിവെല്ലാം എവിടെ വരുന്നതാണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ്. അതായത് ഈ നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഘട്ടങ്ങളിലുള്ളതാണ്. അതിൻ്റെ അപ്പുറത്താണ് ആത്മാവ്. അവിടെ തിരിച്ചറിയൽ ഇതൊന്നും ആവശ്യമില്ല, അതിന് ജ്ഞാനത്തിൻ്റെ ഒന്നും. അതുകൊണ്ട് എന്താണ് ആ അവസ്ഥയിൽ എന്താവും? തസ്യാം, ആ അവസ്ഥയില് വിരക്തം ചിത്തം, ഈ വിവേകഖ്യാതിയാവുന്ന ഈ തിരിച്ചറിവിനെയും അതിലും വിരക്തമായിട്ട്, അതും വേണ്ട എന്ന് തോന്നും ചിത്തത്തിന്. വിരക്തം ചിത്തം താമഭിഖ്യാതിം നിരുണത്തി, ഈ വിവേകഖ്യാതിയെയും തടസ്സപ്പെടുത്തും. നിരോധിക്കും എന്ന് പറഞ്ഞാൽ ആത്മാവില് യാതൊരു ജ്ഞാനമോ അജ്ഞാനമോ ഇതൊന്നും ബാധിക്കില്ല എന്നർത്ഥം. ഇതൊക്കെ അതിൻ്റെ പുറത്തുള്ളതാണ്. നമ്മുടെ ഈ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിലുള്ളതാണ് എന്നർത്ഥം. അതിനെയും നിരോധിക്കും. തദവസ്ഥം സംസ്കാരോപകം ഭവതി. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നെ നമ്മളെന്നല്ല, നമുക്ക് എന്താണ് ഇത് മുഴുവനൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സൂചന ആണ് ഇതിൽ മൊത്തം യോഗദർശനത്തിൻ്റെ ഒരു ചുരുക്കം ഇവിടെ വന്നു കഴിഞ്ഞു. അതാണ് അപ്പോൾ ഈ ഏറ്റവും നിരുദ്ധമായിട്ടുള്ള അവസ്ഥ വരുമ്പം അവിടെ വൃത്തികളൊന്നും ഉണ്ടാവില്ല, സംസ്കാരം മാത്രമേ ഉണ്ടാവൂ. സംസ്കാരോപകം ഭവതി. അത് ഇത് മനസ്സിൽ അവിടെ വെച്ചാൽ മതി. ഇനി ഇതിനെ പറ്റി വിശദമായിട്ടുള്ള ബാക്കിയുള്ളത് വീണ്ടും പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം മനസ്സിലാവും ഈ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അവസ്ഥ. വൃത്തികളെയും നിരോധിച്ച് ഈ സംസ്കാര ശേഷ എന്ന് പറയുന്നുണ്ട്, സംസ്കാരശേഷോപ്യ അന്യഹ എന്ന് പറയുന്നുണ്ട്. അപ്പോ സംസ്കാരോപകം ഭവതി, അങ്ങനെ സംസ്കാരം മാത്രം ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക്
നിർബീജ സമാധി എന്ന് പറയുന്നു. സ നിർബീജ സമാധിയാണ്. എന്താ നിർബീജം? ബീജമില്ലാത്തത്. ബാക്കി എല്ലാ സമാധിക്കെല്ലാം ബീജമുണ്ട് എന്ന് പറഞ്ഞാൽ ബീജം ഉണ്ടായതിൻ്റെ അർത്ഥം എന്താ? അത് പിന്നെയും മുളക്കും. ഇവിടെ ഈ ബീജത്തെ നശിപ്പിക്കും. അപ്പോൾ ഒരിക്കലും പിന്നെ ഈ വൃത്തികളൊന്നും തിരിച്ചു വരില്ല. ചിത്തം ശാന്തമാവും. ചിത്തത്തിൽ പിന്നെ ഒരു സാധനം മുളച്ചു വരാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളതാണ് അസംപ്രജ്ഞാതം അല്ലെങ്കിൽ നിർബീജം. രണ്ടും തന്നെ. അസംപ്രജ്ഞാതം വിരുദ്ധാവസ്ഥ, അവിടെ നിർബീജ സമാധിയും ഉണ്ടാകും. സ നിർബീജ സമാധി ന തത്ര കിഞ്ചിത് സംപ്രജ്ഞായത ഇത് അസംപ്രജ്ഞാത. ആ അവസ്ഥയിൽ ഒന്നും അറിയുകയില്ല, സംപ്രജ്ഞാതം ഉണ്ടാവില്ല, പ്രജ്ഞ പ്രവർത്തിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താവും? അതിന് അസംപ്രജ്ഞാത എന്ന് പേര്. അസംപ്രജ്ഞാത സമാധി, അഞ്ചാമത്തെ അവസ്ഥ. അങ്ങനെ അപ്പം ദ്വിവിധ, അങ്ങനെ രണ്ടു തരം. ഏതെല്ലാണ്? സംപ്രജ്ഞാതം, അസംപ്രജ്ഞാതം. രണ്ടു തരം സമാധികൾ ഉണ്ട്. സയോഗ ചിത്തവൃത്തി നിരോധ ഇതി. ഇതാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞാൽ.